ഇത് മെയിനായിട്ട് വൈഫും മോളും കൂടി ചെയ്യുന്ന പരിപാടികളായിരിക്കും. റോസ് അത്ര സക്സസ്ഫുൾ അല്ല അവരുടെ അടുത്ത് മേടിച്ച റോസ് സർവൈവ് ചെയ്യാനില്ല. പണ്ട് ഞങ്ങൾ ഇവിടുന്ന് മേടിച്ച റോസിനൊന്നും കുഴപ്പമില്ലായിരുന്നു. ഈ റോസ് അത്ര പോരാ. ഇത് പക്ഷേ റോസ് അല്ല കേട്ടോ, ഇത് മറ്റേ ബൊഗൈൻവില്ല. ഇത് മുല്ലയാണെന്ന് പറഞ്ഞു. ഈ ചെറിയ സാധനം പല ടൈപ്പ് മുല്ലയുണ്ടല്ലോ, അതിൽ പെടണം. ഇതാണ് മുല്ല. ഇത് വേറെ ഈ ഫോറിൻ ടൈപ്പ് ചെടികളാണ്. ബാക്ക് സൈഡിൽ ഇത് ചെയ്തിട്ടില്ല. ഈ ഇവിടെ മറ്റേ ഇത് ഇടണം, എന്നാ ബേബി മെറ്റൽ ഇടണം. ബേബി മെറ്റൽ ഇട്ടിട്ടാണ് ഇവിടെ പൂച്ചട്ടി വയ്ക്കാൻ പറ്റുള്ളൂ. ഈ സൈഡിൽ ബാക്ക് സൈഡിൽ പിന്നെ ഈ സൈഡിലും കുറച്ച് ബാക്കിയുണ്ട് ബേബി മെറ്റൽ ഇടാനായിട്ട്. ഇവിടെ ഈ ബേബി മെറ്റൽ ഇവിടെ മുതൽ അവിടം വരെ അങ്ങേറ്റം വരെ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഏരിയയിൽ മുതൽ ഇവിടെ പൂച്ചട്ടി വയ്ക്കാം മൊത്തം. അപ്പോൾ ഈ കട്ടിങ്ങൊക്കെ പോവും. മറ്റേ ബേബി മെറ്റൽ ഫില്ല് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെയുള്ള കട്ടിങ്ങും കാര്യങ്ങളൊക്കെ പോവും. ഒറ്റ ലെവലായിട്ട് വരെയല്ല. എന്നിട്ട് ഇവിടം മുതൽ ഇവിടം വരെ ഈ പൂച്ചട്ടി വെച്ച് സൈഡ് നിറയ്ക്കാം, പരക്കുക ചുറ്റും. ഇത് ഞാൻ നോക്കണില്ല, ഇത് വേറെ ഡിപ്പാർട്ട്മെൻറ്റായി. പൂച്ചെടിയുടെ വലിയ ചെടികളുടെ നടിയിൽ മാത്രമേ ഞാൻ നോക്കാറുള്ളൂ. ഇത് ജാതി, മാവോ, പ്ലാവോ അങ്ങനെ അതിൻ്റെയൊക്കെ ഞാൻ നോക്കാറുള്ളൂ. ഇപ്പോൾ ആൻസിസ് പണ്ട് ഡാഡിയുടെ കാലം മുതൽ കുറേ മാവുകളുണ്ടായിരുന്നു. ഇവിടെ 1, 2, 3, ഈ സൈഡിൽ 3 ആ സൈഡിൽ 1, 2 ഉണ്ടായിരുന്നു. 5 മാവ് ഫ്രണ്ടിൽ തന്നെ ഉണ്ടായിരുന്നു. ഈ റോഡിൻ്റെ 2 സൈഡിലായിട്ട്. അതിൽ കായ്ക്കണത് 1, 2, 3 ഉണ്ടായിരുന്നു. 2 കായ്ക്കണ്ടായിരുന്നില്ല ഡാഡിയുടെ കാലത്ത് നട്ടയിൽ. 3 മാമ്പഴം ഉണ്ടായിരുന്നുള്ളൂ. ഈ 5 ഫാദറിൻ്റെ കാലത്ത് നട്ടയിൽ. ഫാദറിൻ്റെ കാലത്ത് നട്ടത് ഈ 5 ഉള്ളൂ. പിന്നെ വേറെ 2 ഞാൻ വെട്ടിക്കളഞ്ഞു. വീടിനോട് ചേർന്ന് അലുമിനിയം റൂഫ് ഇട്ടപ്പോൾ ഇവിടെ ഒരെണ്ണം റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും ഓരോന്നും കൂടെ ഉണ്ടായിരുന്നു മാവ്. അത് പക്ഷേ ആ മാവ് വെട്ടിയാലാണ് റൂഫ് ഇടാൻ പറ്റുള്ളൂ, അലൂമിനിയം റൂഫ് ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ ആ മാവ് വെട്ടിക്കളഞ്ഞു. ആ മാവ് ഈ സൈഡിലുള്ള ഒരു പ്ലാവും വെട്ടിക്കളഞ്ഞു. അത് വെച്ചുകൊണ്ട് അലൂമിനിയം റൂഫ് ഇടാൻ പറ്റില്ലായിരുന്നു. അലൂമിനിയം റൂഫ് കുറച്ച് തള്ളി വരുന്നുണ്ടല്ലേ, അത് പ്രൊജക്റ്റ് ചെയ്ത് വരും. വീട്ടിൽ നിന്ന് പ്രൊജക്റ്റ് ചെയ്ത് വരും. ഓൾറെഡി കായ്ക്കണ മാവുകളിൽ പണ്ടത്തേൽ ഫാദറിൻ്റെ കാലത്ത് നട്ടയിൽ ഇപ്പോൾ 2 കായ്ക്കണുള്ളൂ. ഒരെണ്ണത്തിൽ എത്തിക്കണി കയറി വെട്ടിക്കളഞ്ഞു. ഞങ്ങളായിട്ട് നട്ടയിൽ കായ്ക്കണത് ബാക്കിൽ 2 ഉണ്ട്, 2 മാവുണ്ട്. പിന്നെ 2 ഓൾ സീസൺ കാച്ചു തുടങ്ങിയിട്ടുണ്ട്. 4 പുതിയതായിട്ട് കാച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ 4 പഴയ 2, 6 കായ്ക്കണ ടൈപ്പുണ്ട്. അതിൽ 4 നന്നായിട്ട് കായ്ക്കണ ടൈപ്പുണ്ട്. 4 മാവ്, 2 പുതിയതായിട്ട് വന്നേക്കണം. 6 ആയിട്ടുള്ളൂ. 10-30 മാവ് നട്ടിട്ടുണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. പ്ലാവും ഉണ്ട്. പഴയ ബഡ് ഞാൻ തന്നെ നട്ടേക്കണത് ബാക്ക് ആ സൈഡിൽ 10, 11, 5, 10, 15 ഞാൻ നട്ടതുണ്ട്. ഫാദറിൻ്റെ കാലത്തുള്ള 5-6 ഉണ്ട്. 10, 21 പിന്നെ ബഡ് 10, 25 ബഡ് പ്ലാവ് 1, 2, 4 ബഡ് പ്ലാവ് ഉണ്ട്. അപ്പോൾ 10, 25 പ്ലാവും തൈ ഉണ്ട് ഇവിടെ. 10, 30 മാവും തൈയും 10, 25 പ്ലാവും തൈയും ഉണ്ട്. ഒരു 30, 35 ജാതിയുണ്ട്. പിന്നെ റംബൂട്ടാൻ 1, 2 മാങ്കോസ്റ്റിൻ 1, 2, 3, 4 മാങ്കോസ്റ്റിൻ.
ഫിലോസാൻ ഒരെണ്ണം, 1 2 3 4 5 ഇത് 5 സപ്പോർട്ട്. പിന്നെ ചാമ്പയൊക്കെ പലതും ഉണ്ട്, നമ്പറൊന്നും കറക്റ്റ് അറിയില്ല. ചാമ്പ ഇഷ്ടംപോലെ അവിടെ ഇവിടെയൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. പിന്നെ പേര ഇഷ്ടംപോലെ ഉണ്ട്, 5 അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. ഇതൊക്കെയാണ് വീടുകളിലുള്ള സാധനങ്ങൾ. അതിലാകെ നമ്മൾ കൊടുക്കുന്ന ഐറ്റം ഇത് മാത്രമേ ഉള്ളൂ. നമ്മുടെ ചക്ക ചിലപ്പോൾ ആളുകൾ ഇട്ടുകൊണ്ട് പോകാറുണ്ട് കേട്ടോ. അത് ചില കൊല്ലങ്ങളിലൊക്കെ ആളുകൾ വരും, ഒരു ചക്കയ്ക്ക് 25 രൂപയാണ്, 20 രൂപയാണ്, 30 രൂപയാണ്. 30 രൂപ വരെ മാക്സിമം കിട്ടിയിട്ടുണ്ട്. 35 വരെ കണ്ട മാക്സിമം കിട്ടിയിട്ടുള്ളൂ. അത് 20 രൂപ മുതൽ 35 രൂപ വരെ ചക്ക ഇങ്ങനെ പറഞ്ഞ് ആളുകൾ ഈ വണ്ടിയിൽ വന്ന് ഇട്ടുകൊണ്ട് പോകാറുണ്ട്. അപ്പോൾ ചക്ക ചിലപ്പോൾ കൊടുക്കാറുണ്ട്. പിന്നെ വിൽക്കുന്ന ഒരു ഐറ്റം, പക്ഷേ ചക്ക നമ്മൾ ശരിക്കും നമ്മൾ ഇതിൻ്റെ അകത്ത് ചക്ക എനിക്ക് തോന്നുന്നത് ചില കൊല്ലങ്ങളിൽ 10, 200, 300 ചക്കയൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ചുമ്മാ ചാടി പോവാം. ഇവരിട്ടുകൊണ്ട് പോകണ ഒരു 10, 50 അല്ലെങ്കിൽ 100 ചക്ക ഒരു ആണ് കുറേ 10, 100, 150 ചക്ക ഇട്ടുകൊണ്ട് പോയി ആളുകൾ. പിന്നെ മിക്ക സമയത്തും നമ്മൾ ഈ ഉണ്ടാവുന്ന ചക്ക വേസ്റ്റായി പോവുക. അത് പ്രൊക്വയർ ചെയ്ത് കൊണ്ടുപോകാനുള്ളൊരു സിസ്റ്റം നമ്മുടെ നാട്ടിലില്ല. നമുക്കതുകൊണ്ട് ആവശ്യമില്ല അത്രയും ചക്ക. നമുക്കെന്തിന് ആർക്കെങ്കിലും ആവശ്യമുള്ളവർക്ക് ഇതൊക്കെ ഭക്ഷണത്തിന് ഉപയോഗിക്കാവുന്ന സാധനങ്ങളാണല്ലോ. അത് കട്ട് ചെയ്ത സമയത്തിന് അത് മാർക്കറ്റിൽ എത്തിക്കാനുള്ള സിസ്റ്റം നമ്മുടെ നാട്ടിലില്ല. വല്ലപ്പോഴും ഇങ്ങനെ ആളുകൾ മേടിക്കാൻ വരാറുണ്ടെന്നല്ലാതെ എനിക്കതൊരു വണ്ടി എടുത്ത് മാർക്കറ്റിൽ കൊണ്ട് കൊടുക്കാനുള്ള മെച്ചമില്ല. അതിനുള്ള അത് പല പ്ലോട്ടിൽ നിന്ന് എടുത്തിട്ട് കൊണ്ട് കൊടുക്കണമെന്ന് അത് മുതലാവുള്ളൂ. അപ്പോൾ മെയിനായിട്ട് ഇവിടെ ഈ പിന്നെ ജാതി മാത്രമാണ് കൊടുക്കാറുള്ളത്. അപ്പോൾ ഈ നമ്മൾ താമസിക്കാൻ പറമ്പിൽ നിന്ന് കൊടുക്കുന്ന റേറ്റും ജാതി മാത്രമേ ഉള്ളൂ. തേങ്ങ കൊടുക്കാറില്ല. തേങ്ങ കൊടുക്കാനായിട്ട് ആകെ ഇപ്പോൾ കുറച്ച് തെങ്ങുള്ളൂ. ഫാദർ നട്ട തെങ്ങിൽ 1 എണ്ണങ്ങൾ നല്ലുള്ളൂ. ഞാനായിട്ട് നട്ട തെങ്ങിൽ 1 2 3 2 3 ആകെ 3-4 തെങ്ങാണ് കായ്ക്കണതുള്ളൂ. അത് വീട്ടാവശ്യത്തിന് പോലും തികയണില്ല. പിന്നെ ഫാദറിൻ്റെ കാലത്ത് നിൽക്കുന്ന ഒരു 4-5 എണ്ണം ചുമ്മാ നിൽക്കണ്ട. അതിൽ ഒരു തേങ്ങ വല്ലപ്പോഴും വീഴും, അല്ലെങ്കിൽ 2 തേങ്ങ വീഴും. അതുകൊണ്ടൊന്നും ഒരു പ്രയോജനമില്ല. അത് അങ്ങനത്തെ ഒരു 3-4 ഉണ്ട്. അത് അതിൻ്റെ ലൈഫിൽ എത്തിയേക്കണം. അത് എപ്പോഴെങ്കിലും അതിൻ്റെ മണ്ട പോവും. നമ്മൾ ഇപ്പോൾ വെട്ടിക്കളയേണ്ടതായിട്ടുള്ള ആ ഫ്രണ്ടിൽ ഒരെണ്ണേ ഉള്ളൂ. ബാക്കിയെല്ലാം വീട്ടിൽ നിന്ന് വെട്ടിക്കളയേണ്ട ആവശ്യമില്ലയെന്നോ. ഇനി വെട്ടിക്കളയേണ്ടതായിട്ടുള്ള ആ ഒരെണ്ണം മാത്രമാണ്, റോഡിനോട് ചേർന്ന് നിൽക്കുന്ന ഒരെണ്ണം മാത്രമാണ്. ബാക്കിയൊക്കെ വീട്ടിൽ നിന്ന് അകന്നാണ് നിൽക്കണേ എല്ലാം. അപ്പോൾ പ്രശ്നമുള്ളതൊന്നുമില്ല. വെട്ടേണ്ട ആവശ്യമില്ല. ശരിക്കും അതിങ്ങനെ കുറേശ്ശെ ദ്രവിച്ചങ്ങ് വീഴാറേ ഉള്ളൂ. ഇവിടെ ബാക്കിൽ 2-3 നമ്മൾ വെട്ടിക്കളയാതിരുന്നു. അത് കുറേശ്ശെ ദ്രവിച്ച് മുഴുവൻ പോയി. വെട്ടിക്കളയാതിരുന്നു 2-3 ബാക്കിൽ വീട്ടിൽ നിന്ന് ഒരു അടുത്തങ്ങ് വീടുകളില്ലാത്തതിന് ഒരു പ്രശ്നമില്ല. അതങ്ങനെ കുറേശ്ശെ ദ്രവിച്ച് വീണോളും തെങ്ങ്. നമ്മൾ വീടിൻ്റെ അടുത്തൊക്കെ ആണെങ്കിൽ വെട്ടിക്കളയാറില്ല.